ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാങ്കിങ് സെക്ടറിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് മാനേജേഴ്സ് ആയാലും അതല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആയാലും അല്ല, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് FMCG, ബാങ്കിങ് പോലെയുള്ള സെക്ടേഴ്സിലാണ്. എന്തുകൊണ്ടാണ് ബാങ്കിങ്ങിൻ്റെ അകത്ത് ഇവർ ഇത്ര കണ്ട് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്? FMCGയുടെ റീസൺസ് നമ്മൾ ഓൾറെഡി പല വീഡിയോസിലായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്കിങ് ഒരു ലോങ് ടൈം സൈക്ലിക്കൽ പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈക്കിൾ ആക്ച്വലി പ്ലേ ഔട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇനി എപ്പോഴാണ് ഇവരുടെ ബുൾ റൺ നടക്കാൻ പോകുന്നത്? ഇനി ബുൾ റൺ നടന്നാൽ തന്നെ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റോക്കുകളിനകത്തായിരിക്കും നമുക്ക് മൾട്ടി ബാഗ് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നത്തെയും പോലെ തന്നെ നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് 0.5% അപ്പായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ നിഫ്റ്റിയുടെ ഇൻട്രാഡേയിലുള്ള ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻട്രാഡേയിൽ ഇത്ര കണ്ട് റിക്കവറി എന്തുകൊണ്ടാണോ വന്നത്, അതേ സെയിം റീസൺ തന്നെയാണ്. അതായത് അമിത്ഷായുടെ അടുത്ത് നിന്ന് വന്നേക്കുന്ന ഒരു കമൻട്രിയാണ് നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് പോകാൻ പോവുകയാണ്, മേടിക്കാനുള്ളവരെല്ലാവരും മേടിച്ചോ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരു കമൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് അത് വളരെയധികം പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടാണ് ഇന്നലെ മാർക്കറ്റിൻ്റെ അകത്ത് ഇൻട്രാഡേയിൽ ഒരു റിക്കവറി വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ഫോളോ ത്രൂ ഡേ ആണ്. നമുക്ക് ഓളിയും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്തെ അത്ര കണ്ട് ഓളിയം ഇല്ലെങ്കിൽ പോലും സ്മോൾ ക്യാപ്പിൻ്റെ അകത്തും മിഡ് ക്യാപ്പിൻ്റെ അകത്തും എസ്പെഷ്യലി മാർക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി നല്ലൊരു ബുൾ ഫേസിലുണ്ടായിരുന്ന പല സ്റ്റോക്കുകളുടെ അകത്തും ഇന്ന് നല്ല രീതിയിലുള്ള റണ്ണപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പല സ്റ്റോക്കുകൾ ഇന്ന് 8%, 9%, 10% ഒക്കെ അപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മൊമെൻറ്റം ജസ്റ്റ് ഒരാളുടെ ഒരു കമൻട്രി കൊണ്ട് വന്നതാണ്. മാർക്കറ്റിൻ്റെ അകത്തുള്ള ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി ഒന്നും തന്നെ മാറിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇലക്ഷൻ ഇതുവരെ റിസൾട്ട് ഔട്ട് ആവാത്തതുകൊണ്ടാണ്. റിസൾട്ട് ഔട്ട് ആവാതെ കൃത്യമായിട്ട് മാർക്കറ്റിന് ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ അൺസർട്ടനിറ്റി മാറിയിട്ടില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിക്സ് ഇപ്പോഴും 20ക്ക് മേലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ അകത്ത് ഇത്ര കണ്ടൊരു മൊമെൻറ്റം പല സ്റ്റോക്കുകളിലും വന്നെങ്കിൽ പോലും വിക്സിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് വിക്സ് ഒരു 2% അകത്ത് മാത്രമേ ഇന്ന് ഡൗൺ ആയിട്ടുള്ളൂ. സ്റ്റിൽ അത് 20ക്ക് മേലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇതിൻ്റെ അകത്തുള്ള അൺസർട്ടനിറ്റി ഇതുവരെ മാറിയിട്ടില്ല. ഒരു ഷോർട്ട് ടൈമിൽ ഒരു അപ്പ് സ്പൈക്ക് നമുക്ക് കിട്ടിയതേ ഉള്ളൂ. ചിലപ്പോൾ നാളെ ഇതിൻ്റെ ഫോളോ ത്രൂടെ ഇനിയും നമുക്ക് കിട്ടിയെന്ന് വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ താഴോട്ട് വന്നെന്നോ അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ലെവൽസിൽ നിന്നോ എന്നൊക്കെ വരാം. എനിവേ, വിക്സ് താഴോട്ട് വരാതെ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഈ ഒരു അൺസർട്ടനിറ്റി മാറി ഇതിൻ്റെ ഈ ഒരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള നേച്ചർ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഓക്കെ, ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US-ൻ്റെ അകത്ത് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് 2-3 ദിവസമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ട് സൈഡ് വേസ് മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റ് അവിടെ ഒരു 2-3 ദിവസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ വലിയ ഗ്ലോബൽ ക്യൂസ് കാര്യങ്ങളൊന്നും ഇതുവരെ വരാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റ് റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ കാര്യങ്ങളൊക്കെ ഔട്ട് ആവാനുണ്ട്. അതൊക്കെ ഔട്ട് ആവുന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റ് അവിടെ പിന്നീട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അതേ കണക്കിന് നമ്മൾ ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ, ബിറ്റ്കോയിൻ ഇടയ്ക്കൊരു ഡ്രോപ്പ് എടുത്തായിരുന്നു. ഡ്രോപ്പ് എടുത്തെങ്കിൽ പോലും അതിൻ്റെ മേജർ ട്രെൻഡിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അത് 200-ഡേ മൂവിങ് ആവറേജിന് എബോവ് തന്നെയാണ് ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ കോർ പ്രസൻറ്റേഷനിലോട്ട് വരാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബാങ്കിങ് സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ്. ബാങ്കിങ് സ്റ്റോക്കുകൾ ഇപ്പോൾ ഒരു ഡീ വാല്യൂ പിക്കായിട്ടാണ് പല ഫണ്ടുകളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബാങ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു സൈക്ലിക്കൽ പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സൈക്കിളല്ല, പല ടൈപ്പ് സൈക്കിളുകൾ ഒരുമിച്ച് പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ബാങ്കുകൾ എന്ന് പറയാൻ പറ്റും. ഇവിടെ ബാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനാൻസ് ലെൻഡ് ചെയ്യുന്ന എല്ലാ കമ്പനീസിനോട് ചേർത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് NBFCs വരും, പബ്ലിക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരും, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ വരും. ഇനി അതേ കണക്ക് തന്നെ നമ്മുടെ മൈക്രോ ഫിനാൻസിൻ്റെ അകത്ത് വരുന്ന കമ്പനീസ് വരും. ഈ കമ്പനീസിലെല്ലാം ടോട്ടലായിട്ടാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ബാങ്ക്സ് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു റിസ്കി സെക്ടറായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, എക്കണോമിയിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം വരാൻ നേരത്തെ തന്നെ ഫസ്റ്റ് ഹിറ്റ് എടുക്കുന്നത് ബാങ്കുകളായിരിക്കും. ഏറ്റവും കൂടുതൽ ഇടിയുന്നത് ബാങ്കുകളായിരിക്കും. എക്കണോമി തിരിച്ച് റിവൈവ് ചെയ്ത് വരാൻ നേരത്ത് ഏറ്റവും കൂടുതൽ മേലിലോട്ട് കയറി വരുന്നതും ഒബിയസ്ലി ബാങ്കുകൾ തന്നെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ബാങ്കുകൾ ഒരു റിസ്കി സെക്ടറായിട്ടാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ബാങ്കുകളുടെ ബിസിനസ് എന്താണ്? ഇവർ ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആരെങ്കിലും ഒക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ആരുടെയിലൊക്കെ ക്യാഷ് കൂടുതലുണ്ടായിരിക്കും. ആ ക്യാഷ് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് റിട്ടേൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ ഇടയിലും അത് മാത്രമല്ല, ആരെങ്കിലുമൊക്കെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഇടയിലുമായിട്ടുള്ള ഒരു മീഡിയേറ്റർ, ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ബിസിനസ് ആണ് ബാങ്കുകൾ നമുക്ക് ബേസിക്കലി പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ, അതായത് പൈസ
എപ്പോഴും ആൾക്കാർക്ക് ആവശ്യമാണ്. ആരും ലോൺ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവായിരിക്കും. ലോണുകൾ എത്ര വേണോ ബാങ്കുകൾ കൊടുക്കാൻ പറ്റും. ലോണുകൾ എത്ര വേണമെങ്കിലും ഇങ്ങനെ കൊടുത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ അകത്ത് റിസ്ക് കൂടി വന്നുകൊണ്ടിരിക്കും. കാരണം എപ്പോഴായാലും ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ലോണുകൾ ഡിഫോൾട്ട് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു സെക്ടറായിട്ടാണ് നമ്മൾ ബാങ്കുകളെ കാണുന്നത്. വേറെ ഏതൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ പൈസയ്ക്ക് ആവശ്യമുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ല. ഏത് സമയത്തായാലും ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിറ്റ് പോകുന്ന ഒരു സംഭവമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സൈക്ലിക്കൽ സെക്ടറാണെന്ന്. ഇവരുടെ സൈക്കിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആക്ച്വലി ഇവർക്ക് ഒരു സൈക്കിളല്ല, പല സൈക്കിളുകളുണ്ട്. എക്കണോമിക് സൈക്കിളുകളുണ്ട്, അത് കണക്ക് തന്നെ NBA സൈക്കിളുകളുണ്ട്, ഡെപ്പോസിറ്റ് ഗ്രോത്തിൻ്റെ സൈക്കിളുണ്ട്, ക്രെഡിറ്റ് ഗ്രോത്തിൻ്റെ സൈക്കിളുണ്ട്. ഇങ്ങനെ പല ടൈപ്പിലുള്ള സൈക്കിളുകൾ ഇവരിലുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. എക്കണോമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രാജ്യത്ത് GDP അധികം ഗ്രോ ചെയ്യാത്തൊരു സമയത്തേക്ക് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ RBI എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ബാങ്കുകൾക്ക് കുറച്ചുകൂടെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് ലോണുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു സിനാരിയോ എമർജ് ചെയ്ത് വരാൻ നേരത്ത് കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കുകയും അതിനനുസരിച്ചിട്ട് രാജ്യത്തിൻ്റെ അകത്ത് മണിയുടെ സപ്ലൈ മീൻസ് മണിയുടെ എന്താ പറയുക, മണിയുടെ ക്രയവിക്രയം നടക്കുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് രാജ്യത്ത് കൂടുതൽ ഡെവലപ്മെൻറ്റ് വരും, കൂടുതൽ GDP ഗ്രോ ചെയ്യും, ആൾക്കാർ കൂടുതൽ ബിസിനസ്സുകൾ ചെയ്യും, ആൾക്കാർ കൂടുതൽ വീട് വയ്ക്കും, കാർ മേടിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ആൾക്കാർക്ക് ലോൺ കിട്ടുമല്ലേ. അപ്പോൾ രാജ്യത്തിൻ്റെ GDP പതുക്കെ ഗ്രോ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ആ ഗ്രോത്ത് കൂടി ഇൻഫ്ലേഷൻ ലെവലിലോട്ട് വരാൻ നേരത്ത് രാജ്യത്ത് പിന്നെയും RBI നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് പിന്നെ ഇവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. കാരണം ഹെവി ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കാൻ നേരത്ത് അധികം ആൾക്കാർക്ക് ലോൺ ആവശ്യമായിട്ട് വരത്തില്ല, അല്ലെങ്കിൽ ലോൺ അവർ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഈ രീതിയിലുള്ള ഒരു സൈക്കിൾ ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ എക്കണോമിക് സൈക്കിൾ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടോ ബാങ്കുകൾ മൂവ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ പറ്റും. ഇനി അതല്ലാതെ NPA സൈക്കിളുകളുണ്ട്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ഒരു സൈക്കിൾ. അതായത് ചില സമയത്ത് ആൾക്കാർക്ക് കൂടുതലായിട്ട് ലോൺ കൊടുത്ത് അതായത് കമ്പനികൾ ഗ്രോത്ത് വേണം എന്നുള്ള ഒറ്റ ഇതിൻ്റെ അകത്ത് മാത്രം കമ്പനികൾ ഇഷ്ടംപോലെ ലോൺ കൊടുത്ത് ഈ ലോണിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ലോണുകൾ കൊടുക്കുന്നു. അതായത് തിരിച്ചടയ്ക്കാൻ കേപ്പബിൾ അല്ലാത്ത ആൾക്കാർക്കും ലോൺ കൊടുക്കുന്ന ഒരു സിനാരിയോയിലോട്ട് വരുന്നു. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ലോണുകളൊക്കെ ഡിഫോൾട്ട് ആവുകയും കമ്പനീസിൻ്റെ ഷെയർ പ്രൈസിൻ്റെ അകത്ത് നമുക്ക് ഡീഗ്രോത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് ആദ്യം വരും, അവിടെ നിന്ന് പിന്നീട് നമുക്കത് ഷെയർ പ്രൈസിൻ്റെ അകത്തും കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിനെ നമ്മൾ NPA സൈക്കിൾ എന്ന് പറയും. നമുക്ക് എന്താ പറയുക, 2017 ഇതുപോലൊരു NBA സൈക്കിൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് 2008 നമ്മളെ ഗ്ലോബൽ ക്രൈസിസിൻ്റെ സമയത്തും ഇതേ കണക്കൊരു NBA സൈക്കിൾ എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ NBA സൈക്കിളുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഗ്രോത്തിൻ്റെ അകത്ത് വരുന്നൊരു സൈക്കിളാണ്. ഡെപ്പോസിറ്റ് ഗ്രോത്തിൻ്റെ അകത്ത് വരുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം ആൾക്കാർ എവിടെയെങ്കിലും കൊണ്ട് പൈസ ബാങ്കിൽ ഇട്ടാൽ മാത്രമല്ലേ ബാങ്കിൻ്റെ കയ്യിൽ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് വരുന്ന പൈസ ബാങ്കുകളിലോട്ട് വരാതെ മറ്റ് അസറ്റ് ക്ലാസ്സുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ടാവുന്നതല്ല. അതായത് ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാണ്, പക്ഷേ ബാങ്കിൻ്റെ കയ്യിൽ ലോ കോസ്റ്റ് ഫണ്ട് ഇല്ല. ലോ കോസ്റ്റ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസയാണ്, കറണ്ട് അസറ്റ്സ് കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്. ഈ രണ്ട് അക്കൗണ്ട് വഴിയിട്ട് ബാങ്കുകൾക്ക് കിട്ടുന്ന പൈസയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് കിട്ടുന്ന പൈസ. പക്ഷേ ആൾക്കാർ ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ പൈസ ഇടുന്നില്ല. അവർ ഷെയർ മാർക്കറ്റിൽ ഇടുകയും അതല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോ പോലുള്ള അസറ്റ് ക്ലാസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ ട്രേഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിന് ലോ കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സൈക്കിളിനെ, ഈ ഒരു ഡെപ്പോസിറ്റ് സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ലോവസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പല സൈക്കിളുകളുടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ബാങ്കിങ് സെക്ടർ മൊത്തത്തിൽ പെർഫോം ചെയ്യുന്നത്. നമ്മളിതിനെ മൊത്തത്തിൽ ഫിനാൻസ് സെക്ടറോ ബാങ്കിങ് സെക്ടറോ എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് സബ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്. മൈക്രോ ഫിനാൻസ് ഉണ്ട്, NBFCs ഉണ്ട്, ഗോൾഡ് ലോൺ NBFCs ഉണ്ട്, ഇനി അതല്ലെങ്കിൽ എന്താ പറയുക ഹൗസിംഗ് കമ്പനീസ് ഉണ്ട്, മീൻസ് ഹൗസിംഗ് ലോൺ കൊടുക്കുന്ന ടൈപ്പ് കമ്പനീസ് ഉണ്ട്. ഇതുപോലെ പല ടൈപ്പിലുള്ള കമ്പനീസ് ഉള്ള ഒരു എന്താ പറയുക ഒരു സെക്ടറാണ്, ഒരു ലാർജ് ആയിട്ടുള്ള സെക്ടറാണ്. നമ്മുടെ നിഫ്റ്റിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 33% മേളിലെന്തോ വെയിറ്റേജ് ഉള്ള ഒരു സെക്ടറാണ്. സെക്ടറായിട്ടും അതേ കണക്ക് തന്നെ പ്രോഫിറ്റിൻ്റെ ഷെയറിലായാലും 30% എബോവ് വെയിറ്റേജ് ഉള്ള ഒരു സെക്ടറാണ് ഈ ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഹിസ്റ്റോറിക്കലി ഇത്രയൊക്കെ ഒരു നല്ലൊരു സെക്ടറായിട്ട് ഇതിനെ കണക്കാക്കുന്നെങ്കിൽ പോലും കറണ്ട് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഇത്രയും റിട്ടേൺസ് അല്ലെങ്കിൽ ഇത്രയും റണ്ണപ്പ് വന്നതിന് ശേഷവും ഏറ്റവും
എന്താ പറയുക, ലോവസ്റ്റ് വാല്യുവേഷൻ നിൽക്കുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാങ്കിങ് സെക്ടറാണ്. മറ്റ് പല സെക്ടറുകളും നല്ല രീതിയിലുള്ള വാല്യുവേഷനിലോട്ട് ഈ ഒരു ബുൾ മാർക്കറ്റിൽ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർ മേളിലോട്ട് കയറി പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ സെക്ടർ ഇപ്പോഴും അത്രണ്ട് കയറി പോയിട്ടില്ല. ഇവർ ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മീഡിയൻ പി വെച്ച് നോക്കുകയാണെങ്കിൽ, മീഡിയൻ പി അല്ല, മീഡിയൻ പ്രൈസ് ടു ബുക്ക് വെച്ച് നമുക്ക് എപ്പോഴും ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്പനീസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് പ്രൈസ് ടു ബുക്കിലായിരിക്കും. അപ്പോൾ മീഡിയൻ പ്രൈസ് ടു ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിലും ഇവരിപ്പോൾ അതിനെക്കാട്ടിയും ലോവർ ലെവൽസിലാണ് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ റിവേർഷൻ ടു മീൻ എന്ന് പറയുന്ന ഒരു സിനാരിയോ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ പല ആൾക്കാരും എനിക്ക് കമൻറ്റിലൊക്കെ ഇടുന്ന ചോദ്യങ്ങളിൽ എപ്പോഴും വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന കമ്പനിയുടെ എന്താ പറയുക പി ഇത്രയാണ്, ഇവരുടെ സെക്ടോറൽ പി ഇത്രയാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന കമ്പനിയുടെ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പി എന്ന് പറയുന്നത് ഇപ്പോൾ 10 നിൽക്കുന്നത്, ആ സെക്ടറിൻ്റെ പി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു 10 നിന്ന് 20 പി റീറേറ്റിംഗ് സംഭവിക്കത്തില്ലേ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ ഈ സെക്ടോറിയൽ പി എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ള ലീഡർ കമ്പനിക്ക് ഒരു പി ആയിരിക്കും കിട്ടുന്നത്, അതിൻ്റെ അകത്തുള്ള ലഗാർഡ് കമ്പനിക്ക് വേറൊരു പി ആയിരിക്കും കിട്ടുന്നത്, അതിൻ്റെ അകത്തുള്ള ഗ്രോത്ത് കമ്പനിക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ ഒരു ടൈപ്പിൽ പി ആയിരിക്കും കിട്ടുന്നത്, ഗ്രോത്ത് ഇല്ലാത്ത ടൈപ്പ് കമ്പനികൾക്കൊക്കെ വേറൊരു ടൈപ്പിലുള്ള പി ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ അകത്തുള്ള മൈക്രോ ക്യാപ്പിന് വേറൊരു പി ആയിരിക്കും, ലാർജ് ക്യാപ്പിന് വേറൊരു പി ആയിരിക്കും, പ്രൊമോട്ടറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പിയിൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ നമുക്ക് സെക്ടറിൻ്റെ പി നമുക്ക് കമ്പനിയുടെ പി ആയിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷനായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഒരേ അസറ്റ് ക്ലാസ്സിലുള്ള ആ സെയിം അസറ്റ് ക്ലാസിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ HDFC ബാങ്കിന് ഇപ്പോൾ ഇത്രയാണ് പി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഹിസ്റ്റോറിക്കലി അവർക്ക് ആവറേജ് ഇത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലി കിട്ടിക്കൊണ്ടിരുന്ന ലെവൽസിലോട്ട് ഇവർക്ക് പോകാൻ ചാൻസ് ഉണ്ടോ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരുപാട് മറ്റ് ഫാക്ടേഴ്സ് വരുന്നതായിരിക്കും. അതായത് ഒരു കമ്പനി അവർ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഫേസിൽ അവർക്ക് 100ന്റെ പി കിട്ടിക്കൊണ്ടിരുന്നതായിരിക്കും, അവർ പിന്നീട് ഗ്രോത്ത് കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് അവർക്ക് പിയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സെയിം ഗ്രോത്ത് ആയിരിക്കണം, അതേ കണക്ക് തന്നെ സെയിം ROE ROCE ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഇങ്ങനെ ഒരുപാട് മറ്റ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നെങ്കിൽ പോലും നമ്മളിവിടെ ഇൻഡെക്സ് വൈസ് നോക്കാൻ നേരത്ത് ഇവരിപ്പോഴും അവരുടെ ഒരു മീഡിയൻ പ്രൈസ് ടു ബുക്കിനെ കാട്ടിയും ലോവർ ലെവൽസിലാണ് സ്റ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ സെക്ടർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂസ് എന്ന് പറയാം. ഒന്ന്, നേരത്തെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഡെപ്പോസിറ്റ് സൈക്കിളിൽ വരുന്ന ഡീ ഗ്രോത്ത് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റ് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ക്രാഷിലോട്ടോ അല്ലെങ്കിൽ ഒരു ബെയർ മാർക്കറ്റിലോട്ടോ ഒക്കെ പോയാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നൊക്കെയുള്ള റീറ്റെയിലേഴ്സ് മാറിയിട്ട് അവർ ബാങ്കുകളിലോട്ട് എഗൈൻ ഫണ്ട് കൊണ്ട് ചെല്ലത്തുള്ളൂ. ഇതൊരു ലോങ് ടൈം സൈക്കിളാണ്. ഇതിങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നതെന്ന് ഇതിന് മുമ്പ് നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സിഇഒയുടെ ഒരു വീഡിയോ അനലൈസ് ചെയ്ത്, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ അനലൈസ് ചെയ്ത് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ലോങ് ടൈം സൈക്കിളാണ്. ആ സൈക്കിളിൻ്റെ ഏകദേശം നമ്മൾ എന്താ പറയുക ബോട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞാൽ മാത്രം മതി. മാർക്കറ്റ് ഇടിയുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമുള്ള ഇടിയോ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു വർഷമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയൊരു ബെയർ മാർക്കറ്റിലോട്ട് പോകണം. ആ ബെയർ മാർക്കറ്റിലോട്ട് പോകാൻ ഇനിയും ടൈമുണ്ട്. നമുക്കിനി ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം 1 വർഷം വരെ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു ബുൾ സൈക്കിൾ നീണ്ടു നിന്നെന്ന് വരാം. അതിന് ശേഷമായിരിക്കും ആ സൈക്കിളിൽ ഒരു ഡ്രോപ്പ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിയർ ടൈമിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളെ മുതൽ ബാങ്കിങ് സ്റ്റോക്കുകൾ കയറുമെന്നല്ല നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തൊരു 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ SIP മോഡലിലൊക്കെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ ആയിട്ട് എമർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് ബിഗ്ഗീസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബിഗ്ഗീസ് എപ്പോഴും അവർ നാളത്തേക്കുള്ള റിട്ടേൺസ് പ്രതീക്ഷിച്ചല്ല അവർ അക്യുമുലേറ്റ് ചെയ്യുന്നത്, മറിച്ച് അവർ 1 വർഷം 2 വർഷം കഴിഞ്ഞ് വരാൻ പോണ പെർഫോമൻസിനെ വെച്ചിട്ടായിരിക്കും അവർ ഷെയർസിൻ്റെ അകത്ത് അക്യുമുലേഷൻസ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? കാരണം അവരുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഫണ്ടായിരിക്കും. അപ്പോൾ ഈ ഫണ്ട് വെച്ച് പതുക്കെ അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് പോയാൽ ആ സമയമാകുമ്പോഴത്തേക്കും അവർക്ക് മാക്സിമം ഷെയർസ് അക്യുമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ നോക്കുന്നത്. നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്നിക്കൽസിനെ നോക്കിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് വരുന്ന സ്റ്റോക്കുകളിലോട്ട് നമ്മൾ കയറാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ ആ ഒരു ഇത്രയും ടൈം അവിടെ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ബിഗ്ഗീസിന് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത്ര ഹെവി ആയിരിക്കും. അപ്പോൾ ഒന്നാമത് ഈ ഒരു ഡെപ്പോസിറ്റ് സൈക്കിളിൽ വരുന്ന ഈ ഒരു സൈക്ലിക്കാലിറ്റി നേച്ചർ ഇപ്പോൾ ഏകദേശം ബോട്ടത്തിനോട് അടുത്ത് വന്നിട്ടുണ്ട്. ബോട്ടം ആയിട്ടില്ല, പക്ഷേ ബോട്ടത്തിനോട് അടുത്ത് വന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയുടെ സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു പുതിയൊരു നിയമം ഉണ്ടായിരുന്നു. നമ്മുടെ ബാങ്കുകളുടെ എല്ലാം തന്നെ ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 85ലോ അതിൽ താഴോട്ടോ ആയിട്ട് കൊണ്ടുവരണമെന്ന്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് ഒരു 100 രൂപ ഡെപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ ആ 100 രൂപയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് 85 രൂപ വരെ ലോൺ കൊടുക്കാവൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ 85ന് താഴോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പല ബാങ്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം തന്നെ 100 രൂപയ്ക്ക് ഡെപ്പോസിറ്റ് എടുത്തതിന് ശേഷം 110 രൂപയ്ക്കും
അതിന് മേളിലോട്ടൊക്കെ ലെൻഡിങ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ലെൻഡിങ്ങിലുള്ള വിശ്വാസമാണ്. അതായത് ഈ ആൾ ഡിഫോൾട്ട് ചെയ്യത്തില്ല, അവരുടെ ലോണ് NPA പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യുകയാണ്. അത് അവർ നല്ല നല്ല ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു രീതിയിൽ അവരുടെ അസറ്റുകൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതേ സമയത്ത് മോശം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. ഇവർ ഡിഫോൾട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ലിക്വിഡിറ്റി റേഷ്യോസ് കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരൊരിക്കലും ഇത്ര കണ്ട് ഹെവി ആയിട്ടുള്ള ഒരു പൊസിഷൻ ലെൻഡ് ചെയ്യത്തില്ല. അവരെപ്പോഴും അവരുടെ ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 85 താഴെ മാത്രമേ വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു RBIയുടെ സൈഡിൽ നിന്നൊരു എന്താ പറയുക ഒരു നിയമം വന്നതിന് ശേഷം എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ബാങ്കുകൾ, ഇപ്പം HDFC പോലുള്ള ബാങ്കുകൾ ഓൾറെഡി ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അതായത് അവരുടെ ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 110% പോലെയുള്ള ഹെവി ആയിട്ടുള്ള ശതമാനത്തിലാണ് അവർ ലോണുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ HDFCയും HDFC ബാങ്കും തമ്മിലുള്ള മെർജർ നടത്തിയത്. കാരണം ആ സമയത്ത് അവർക്ക് അവരുടെ ഡെപ്പോസിറ്റ് സൈഡ് കൂട്ടാൻ പറ്റും. ഡെപ്പോസിറ്റ് സൈഡ് കൂട്ടുക അങ്ങനെ ആ ഒരു രീതി ചെയ്യുന്ന വഴിയിട്ട് ഡെപ്പോസിറ്റ് സൈഡ് കൂടുകയും അവരുടെ ക്രെഡിറ്റ് സൈഡ് വളരെയധികം കൂടാതെ നിലനിൽക്കുകയും ചെയ്യുന്നതിലൂടെ അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ റേഷ്യോസിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ അതേ സമയത്ത് മോശം കമ്പനീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കമ്പനീസിന് ഇങ്ങനെ ഒരു റിസ്ക് നേരത്തെ തന്നെ ഇല്ലായിരുന്നു. കാരണം അവർ ഈ റേഷ്യോസിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് പല മോശം കമ്പനീസ് അല്ലെങ്കിൽ പല മോശം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഫാസ്റ്റായിട്ട് അവരുടെ ക്രെഡിറ്റ് സൈഡ് ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല കമ്പനീസിന് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവർക്ക് കൂടുതലായിട്ട് ലോണുകൾ കൊടുക്കാൻ പറ്റത്തില്ല. ലോണുകൾ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിനെക്കാട്ടിയും വലിയ ഫേസിൽ അവരുടെ ക്രെഡിറ്റ് സൈഡ് അവരുടെ ഡെപ്പോസിറ്റ് സൈഡൂടെ ഗ്രോ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിനാരിയോ ആയിട്ട് അവർക്ക് എമർജ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സെക്ടറിൻ്റെ അകത്ത് നിന്നത്. അപ്പോൾ ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഏകദേശം തീരാറായിട്ടുണ്ട്. പല കമ്പനികളും അവരുടെ റേഷ്യോസ് ഈ ഒരു 85% താഴോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ചിലർ 85% താഴോട്ട് അടുത്ത 1-2 ക്വാർട്ടറിൻ്റെ അകത്ത് എത്തിക്കുന്ന ഒരു സിനാരിയോയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെക്ടറിൻ്റെ ഇപ്പോൾ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാറായിട്ടുള്ള ഒരു ചാൻസ്. ഇനി ചിലപ്പോൾ ഒരു വർഷം വല്ല സൈഡ് വൈസ് പോയിരുന്നാൽ പോലും ഇവർക്ക് ഈ ഒരു സെക്ടർ ഇപ്പോൾ ഈ ഒരു വാല്യൂ പിക്കായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും മുന്നേ തന്നെ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇനി ആക്ച്വലി ഈ റേഷ്യോസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ റിസൾട്ടിൻ്റെ അകത്ത് ഗ്രോത്ത് എല്ലാം വന്നാൽ മാത്രമല്ല ഇവരുടെ ഷെയർ പ്രൈസ് ഗ്രോ ചെയ്യുന്നത്. ഏകദേശം എല്ലാം ശരിയായി വരുമ്പം തന്നെ ഷെയർ പ്രൈസിൻ്റെ അകത്ത് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് പിന്നീട് പിറകെ ഏണിങ്സ് വരത്ത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് ഏറ്റവും നല്ല ഏണിങ്സ് വരുന്ന ഒരു സമയത്തായിരിക്കും ഇത് ഒബ്വിയസ്ലി പീക്കൗട്ട് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെക്ടറിൻ്റെ അകത്തുള്ള കമ്പനീസ് പലതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇപ്പം വച്ചേക്കണം. ഇത് വാച്ച് ലിസ്റ്റിൽ വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ സെക്ടറിനെ നോക്കുന്നതിന് മുന്നായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇത് ബാക്കിയുള്ള ക്ലാസിക്കൽ സെക്ടേഴ്സിനെ നോക്കുന്ന പല റേഷ്യോസും വർക്ക് ചെയ്യാത്തൊരു സെക്ടറാണ് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണത്? ഒന്നാമത് നമ്മളിവിടെ കമ്പനീസിനെ ഒരിക്കലും നമ്മൾ PE കൊണ്ട് വാല്യൂ ചെയ്യാറില്ല. അതായത് പ്രൈസ് ടു ഏർണിങ്സ് നമ്മൾ നോക്കാറില്ല. പ്രൈസ് പെർ ഏർണിങ്സ് നമ്മൾ നോക്കുന്നതിന് വരെ നമ്മൾ പ്രൈസ് പെർ ബുക്കാണ് നോക്കുന്നത്. പ്രൈസ് ടു ബുക്കാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പ്രൈസ് ടു ബുക്ക് നോക്കുന്നതിനുള്ള കാരണമൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാം. എനിവേ ഫസ്റ്റ് എന്ന് പറയുന്നത് PE നോക്കത്തില്ല, പ്രൈസ് ടു ബുക്കാണ് നോക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ROE ROCE പോലെയുള്ള വാല്യൂഷൻസ് നോക്കുമെങ്കിൽ പോലും അതിന് അത്ര വില കൊടുക്കത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ROA ആണ്, റിട്ടേൺ ഓൺ അസറ്റ്സിനാണ് വില കൊടുക്കുന്നത്. റിട്ടേൺ ഓൺ അസറ്റ്സ് ഒരു 1.5 ഉള്ള അല്ലെങ്കിൽ 1.5 മേലിലോട്ടുള്ള ടൈപ്പ് കമ്പനീസ് മാത്രമേ നമ്മളിവിടെ നോക്കത്തുള്ളൂ. അത് മാത്രമായിരിക്കും നമ്മുടെ ഫണ്ടമെൻ്റലി നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ആയിട്ട് കണക്കാക്കുന്നത്. 1.5 മേലിലോട്ട് പോകുമ്പോഴത്തേക്കും ആദ്യം ബാങ്കുകളൊക്കെ ആയിരിക്കും വരുന്നത്. NBFC കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ റിട്ടേൺ ഓൺ അസറ്റ് 4 3 ഒക്കെ തരാറുണ്ട്. അതെല്ലാം തന്നെ വളരെ നല്ലതായിട്ടാണ് നമ്മൾ കണക്കാക്കാറ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുന്നത് EPS ഗ്രോത്ത് വെച്ചുകൊണ്ടല്ല. ബാക്കിയുള്ള കമ്പനീസ് എല്ലാം നമ്മൾ നോക്കുന്നത് EPS ഗ്രോത്ത് EPSൽ എത്ര ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള രീതിയിലാണ് കമ്പനീസിന് നമ്മളെ ഗ്രോത്ത് അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഗ്രോത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എപ്പോഴും അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് വെച്ചിട്ടാണ്. എത്ര ലോൺ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒബിയസ്ലി അവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഈ ലോണിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മളവിടെ AUMൻ്റെ ഗ്രോത്ത് ആണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് വ്യത്യാസം വരുന്നത്? ബാക്കിയുള്ള കമ്പനീസൊക്കെ നോക്കുന്നതിൽ പോലെ പ്രോഫിറ്റും അല്ലെങ്കിൽ PEയും അതേ കണക്ക് തന്നെ ROCE ഒക്കെ നോക്കാതെ എന്തുകൊണ്ടാണ് ഈ വക കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു ലെവറേജ്ഡ് സെക്ടറാണ്, അല്ലെങ്കിൽ ലെവറേജ്ഡ് ഇൻഡസ്ട്രിയാണ്. അതായത് ഒരു ബാങ്കിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു
അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കോടി രൂപയുണ്ടെങ്കിൽ ആ 1 കോടി രൂപയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർക്ക് 9 കോടി രൂപ വരെ ലെവറേജ് ചെയ്ത് റൈസ് ചെയ്യാൻ പറ്റും. ആ ലെവറേജ് ചെയ്ത് റൈസ് ചെയ്യുന്ന ക്യാപിറ്റലിലൂടെ വെച്ചിട്ട് അവർക്ക് 10 കോടി രൂപയുടെ ലോൺ കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ എന്താ പറയുക 9 ടൈംസ് വരെ ലെവറേജ് പോസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള ബാക്കിയുള്ള റേഷ്യോസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വർക്ക് ആവാതെ പോകുന്നത്. പിന്നെ മാത്രമല്ല ഈ സെക്ടറിൻ്റെ അകത്ത് നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ബാങ്ക് പോലെയുള്ള സെക്ടേഴ്സിൻ്റെ അകത്ത് നമുക്ക് RBIയുടെ സൈഡിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. ഇത്ര പെർസെൻറ്റേജിൻ്റെ മേളിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് പാടില്ല എന്നുള്ള റെഗുലേഷൻസ് ഉണ്ട്. ബാങ്കിൽ എനിക്ക് തോന്നുന്നു 15% ആണെന്ന് തോന്നുന്നു. പിന്നീട് അത് ബാങ്കുകൾ ഇത്ര വർഷം കൂടുമ്പോഴത്തേക്കും പിന്നെയും കുറച്ച് കൊണ്ടുവരണമെന്നൊക്കെ ഒരുപാട് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഒരു ബാങ്കിൻ്റെ ഗ്രോത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ക്യാഷ് ഉണ്ടായിരിക്കണം. അവർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്യാഷ് ഉണ്ടായിരിക്കണം. എല്ലാ പ്രാവശ്യം ക്യാഷിന് വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയുക ഈ കാസേനെയും അതേ കണക്കിന് ടേം ഡെപ്പോസിറ്റുകളെയും ബോണ്ടുകളെയൊന്നും തന്നെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അവർ ഫ്രീക്വൻ്റ് ആയിട്ട് ഇക്വിറ്റി ഡൈലൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനീസ്, നല്ല മാനേജ്മെൻറ്റുള്ള കമ്പനീസൊക്കെ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ വാല്യൂഷൻ ഏറ്റവും ഹൈ ആയിരിക്കുന്ന സമയത്തായിരിക്കും അവർ ഏറ്റവും കൂടുതൽ അവരുടെ ഇക്വിറ്റി ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് വാല്യൂവിനെ കാട്ടിയും പല മൾട്ടിപ്പിൾ ടൈംസിൽ അവർക്ക് ആ സമയത്ത് പുതുതായിട്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ ഇക്വിറ്റി ഡൈലൂഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ്റെ അകത്ത് നമുക്ക് ഒരു എന്താ പറയുക പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. മാത്രമല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് നമുക്ക് എപ്പോഴും ചെറിയ പെർസെൻറ്റേജിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. NBFCയിലൊക്കെ മാത്രമായിരിക്കും നമുക്ക് കുറച്ചെങ്കിലും കൂടുതലായിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണാൻ പറ്റുന്നത്. അതും ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് പതുക്കെ കുറഞ്ഞ് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ചോദ്യത്തിലോട്ട് വരാം. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തിന് ഗ്രോത്ത് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞ ഡെപ്പോസിറ്റ് സൈക്കിൾ ടേൺ ആവണം. അതായത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈസി മണി അവൈലബിൾ ആവണം. പല ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് അവർക്ക് ക്യാഷ് കിട്ടുന്ന ഒരു ലെവലിലോട്ട് പോകണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ ടേൺ ആവണം. ഇപ്പോൾ നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ പീക്ക് ആയിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കട്ട് വരണം. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ ഡെപ്പോസിറ്റ് സൈഡിൽ ഇവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അവർ കുറച്ച് കൊണ്ടുവരുന്നതായിരിക്കും. അതെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും അവർ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. അതേ കണക്ക് തന്നെ, പക്ഷേ അതേ സമയത്ത് തന്നെ ഇവരുടെ അസറ്റ് സൈഡ്, അതായത് ലോണുകളിൽ ഇവർ കൊടുത്തേക്കുന്ന എമൗണ്ടുകൾക്ക് ഇവർ അതേ കണക്ക് ഈ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നതിനനുസരിച്ച് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് അത്ര കണ്ട് സ്പീഡായിട്ട് കുറയ്ക്കത്തില്ല. അതാണ് നോർമലി സംഭവിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇതിൻ്റെ അകത്ത് നിംസ്, അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്ന സംഭവത്തിന് നമ്മുടെ ബാക്കിയുള്ള കമ്പനികളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് ബേസിക്കലി പറയാൻ പറ്റും. അതിൻ്റെ അകത്തൊരു എക്സ്പാൻഷൻ കാണാൻ പറ്റും. അത് കമ്പനീസിനെ വളരെയധികം പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ബാക്കിയുള്ള റേഷ്യോസ് ഹ്യൂജായിട്ട് ഗ്രോ ചെയ്യുന്നതിനാണെങ്കിലും അതല്ല കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നതിനാണെങ്കിലും എല്ലാം തന്നെ ഇത് പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. കമ്പനീസിൻ്റെ എല്ലാം ഷെയർ പ്രൈസിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണാൻ പറ്റും. ഓബിയസ്ലി അവിടെ റീറേറ്റ് അല്ലെങ്കിൽ വാല്യൂഷൻ്റെ അകത്ത് റീറേറ്റിംഗ് സംഭവിക്കുന്നതായിരിക്കും. ഇനി ഏതൊക്കെ കമ്പനീസാണ് നമുക്കിവിടെ നോക്കാൻ പറ്റുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ സെക്ടറിൻ്റെ അകത്ത് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ അകത്തൊക്കെ തന്നെ ഓൾറെഡി ബുൾ റൺ കഴിഞ്ഞ സെക്ടേഴ്സാണ്. ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇല്ലാത്ത ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്ര കണ്ട് ആൾക്കാർ പോസിറ്റീവായിരുന്നൊരു സെക്ടറായിരുന്നു ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, നമ്മുടെ HDFC, കോട്ടക് ഇതുപോലുള്ള ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്ര കണ്ട് പോസിറ്റീവായിരുന്നു, ഒരിക്കലും ഒരു ബുൾ റൺ കഴിഞ്ഞ സെക്ടറാണ്. ഇനി PSU ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടെ NBA സൈക്കിളുകൾ പ്ലേ ഔട്ട് ചെയ്യുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് NBA സൈക്കിളുകൾ വരുന്ന ഒരു സെക്ടറാണ് PSU ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു പോസിറ്റീവ് മൊമെൻറ്റത്തിലാണെങ്കിലും ഇത് ഒബിയസ്ലി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും തന്നെ നെക്സ്റ്റ് ഒരു NBA സൈക്കിൾ ഹിറ്റ് ചെയ്യുക, അത് തിരിച്ച് ഡൗൺ മൊമെൻറ്റത്തിലോട്ട് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇനി ഈ മേജർ ബാങ്ക് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ മേജർ ബാങ്ക് ആയിട്ടുള്ള HDFC, കോട്ടക്, ആക്സിസ്, ICICI ഇതുപോലുള്ള കമ്പനീസ് നമ്മൾ നോക്കാൻ നേരത്ത് ഇവരൊക്കെ തന്നെ വളരെ ലോവർ വാല്യൂഷനിലാണ് നിൽക്കുന്നത്. ICICI അത്ര ലോവർ വാല്യൂഷനിലല്ല നിൽക്കുന്നത്. ബാക്കി HDFC ആയാലും കോട്ടക് ആയാലും ആക്സിസ് ആയാലും ഒക്കെ തന്നെ ലോവർ വാല്യൂഷൻസിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് കോമ്പൗണ്ട് റിട്ടേൺസ് മാത്രം മതിയെങ്കിൽ നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. കോമ്പൗണ്ട് റിട്ടേൺസ് എന്ന് പറയുമ്പോഴത്തേക്കും പല ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്താണ് കോമ്പൗണ്ട് റിട്ടേൺസ് എന്ന്. കോമ്പൗണ്ട് റിട്ടേൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ എത്രയാണോ ഈ ഒരു പ്രോഫിറ്റിൻ്റെ അകത്ത് വരുന്ന ഗ്രോത്ത് അതിനനുസരിച്ച് അതിന് ഇൻലൈനായിട്ട് മാത്രം പോകുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ നോർമലി കോമ്പൗണ്ട് റിട്ടേൺസ് എന്ന് എല്ലാ സ്റ്റോക്കുകളിലും പറയുന്നത്. അപ്പോൾ ഇവിടെയും അതേ കണക്ക് തന്നെ കമ്പനി എത്ര പെർസെൻറ്റേജ് ആണോ ഗ്രോ ചെയ്യുന്നത് ആ സെയിം പെർസെൻറ്റേജ് വെച്ചിട്ട് തന്നെ ഇവരുടെയും ഗ്രോത്ത് വരാനാണ് ചാൻസ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു HDFC, കോട്ടക്, ആക്സിസ് പോലെയുള്ള വലിയ ബാങ്കുകൾ അല്ലെങ്കിൽ ICICI പോലെയുള്ള ബാങ്കുകളെ നമ്മൾ കാണുന്നത്. അതിൻ്റെ അകത്ത് വലിയ റീറേറ്റിംഗ് അല്ലെങ്കിൽ വലുതായിട്ട് വാല്യൂഷൻ റീറേറ്റിംഗ് സംഭവിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ചെറിയ രീതിയിലൊക്കെ സംഭവിക്കും. ചിലപ്പോൾ ഒരു നമ്മൾ കൃത്യമായിട്ടൊരു ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡബിളിൻ്റെ റേറ്റിംഗ് ഒക്കെ സംഭവിച്ചെന്ന് വരാം. പക്ഷേ എന്നിരുന്നാൽ പോലും
അതിൻ്റെ അകത്ത് ഒരു ഹെവി ആയിട്ട് ഒരു മൾട്ടി ബാഗർ ടൈപ്പ് പി ഇ റേറ്റിംഗ്, അതായത് ഒരു 10 ടൈംസ് പി നിന്നുകൊണ്ട് അല്ലെങ്കിൽ 10 ടൈംസ് ഒരു 1 ടൈം പ്രൈസ്ഡ് ബുക്കിൽ നിന്നുകൊണ്ട് ഒരു ബാങ്ക് ഒരു 6 ടൈംസോ 10 ടൈംസോ ഒക്കെ പ്രൈസ്ഡ് ബുക്കിലോട്ട് ഗ്രോ ചെയ്യുമെന്നാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു പി റേറ്റിംഗ് ഈ രീതിയിലുള്ള മേജർ ബാങ്കുകളിലൊന്നും തന്നെ സംഭവിക്കുന്നതായിരിക്കത്തില്ല, അത് എത്ര ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ. ഇനി അതേ കണക്ക് തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. ഇത് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെക്ടറാണ് നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു പ്രോപ്പറായിട്ടൊരു ബുൾ റൺ ഇതുവരെ നടന്നിട്ടില്ല. ഇതിൻ്റെ അകത്തൊരു ബുൾ റൺ നടക്കാനുള്ള ചാൻസ് ബിൽഡ് ചെയ്ത് വന്നതാണ്. പല സ്റ്റോക്കുകളും കൃത്യമായിട്ടുള്ള ബ്രേക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നതാണ് കൊറോണ ക്രാഷിന് മുന്നേ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കൊറോണ ക്രാഷിന് ശേഷം ആ ഒരു മൊമെൻറ്റം തന്നെ മൊത്തത്തിൽ വാഷ് ഔട്ടായി പോയായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റ് എടുത്തത് ഇതേ കണക്കുള്ള ഫിനാൻസ് സെക്ടർ ആയിരുന്നു. പിന്നെ അതിൻ്റെ അകത്തൊരു മൊമെൻറ്റം തിരിച്ച് റീബിൽഡ് ചെയ്ത് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കാൻ നേരത്തെ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ മൊമെൻറ്റം തിരിച്ച് റീബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഒരു ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കഥ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് ഇവർ കൊടുക്കുന്ന ലോണുകളുടെ അകത്ത് പല കമ്പനികളും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഫോളോ ചെയ്യുന്നത്, അവർ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് RBIയുടെ സൈഡിൽ നിന്ന് എത്രയാണോ അവരുടെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അതൊന്നും തന്നെ ഇവരുടെ ലോണിനെ ബാധിക്കുന്നില്ല. അവരെ ലോൺ കൊടുത്തപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണോ അന്ന് ഇൻട്രസ്റ്റ് കൊടുത്തത് ആ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അവർ ഫർദർ മുന്നോട്ടും ഫോളോ ചെയ്യാനുള്ള ചാൻസ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത് പല സ്മോൾ ഫിനാൻസ് ബാങ്കുകളായിരിക്കും, എസ്പെഷ്യലി ഇക്വിറ്റാസ് പോലെയുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളായിരിക്കും. ഇക്വിറ്റാസ് നിങ്ങൾക്ക് ഈ ഒരു സെക്ടറിൻ്റെ അകത്തുനിന്ന് സ്മോൾ ഫിനാൻസ് സെക്ടറിൻ്റെ അകത്തുനിന്ന് നോക്കാൻ പറ്റുന്ന ഒരു ബാങ്കായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. ഇതല്ലാതെ വേറെയും സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്, നമ്മുടെ AU പോലെയുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. AU ഒക്കെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വേറെ ഒരുപാട് മെർജർ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്കായിട്ട് തോന്നാത്തതുകൊണ്ട് അത് ഷെയർ ചെയ്യത്തെയാണ്. എനിവേ ഇക്വിറ്റാസ് ഇതിൻ്റെ അകത്ത് വളരെ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ഈ സെക്ടറിൻ്റെ അകത്ത് വേറൊരു മൾട്ടി ബാഗർ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ള SRG ഹൗസിംഗ് ആണ്. ഈ ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ എന്നൊക്കെ പറയാൻ നേരത്തോ അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് സെക്ടർ എന്നൊക്കെ പറയാൻ നേരത്തോ ആൾക്കാരെല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ പിടിക്കാൻ വേണ്ടി നോക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാർ ഫസ്റ്റ് നോട്ടം പോകുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയാൻ നേരത്തെ ആൾക്കാരുടെ ഫസ്റ്റ് നോട്ടം പോകുന്നത് ആവാസ്, ആപ്റ്റസ് പോലെയുള്ള ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ. അതായത് ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ഫാൻസി ഉള്ള സ്റ്റോക്കുകളായിരിക്കും ആൾക്കാർ നോക്കുന്നത്. റീറ്റെയിൽ ഫാൻസി കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ അധികം സംസാരിക്കാത്ത ടൈപ്പ് കമ്പനീസ് നോക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൻ്റെ അകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SRG ഹൗസിംഗ് ഫിനാൻസ് ആണ്. അവർ ചാർട്ടിലാണെങ്കിലും ഒരു ലോങ് ടൈം വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അവർ ടെക്നിക്കലി ആണെങ്കിലും ഫണ്ടമെൻ്റലി ആണെങ്കിലും ഞാനൊരു നല്ലൊരു പ്ലേ ആയിട്ടാണ് കാണുന്നത്. റീസെൻ്റ് ആയിട്ട് കുറച്ച് ക്യാപെക്സ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്റ്റോക്ക് കുറച്ചധികം നാൾ മുന്നേ ഷെയർ ചെയ്തിരുന്നത് ട്വിറ്ററിലൊക്കെ. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷം അടുപ്പിച്ചായെന്ന് തോന്നുന്നു ഞാനിത് ഷെയർ ചെയ്തിട്ട്. ഒരു ഷായൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇനി ഒരു വർഷം അടുപ്പിച്ചായെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉടനെ വരും എന്നുള്ള രീതിയിൽ ഒരുപാട് ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നിട്ടില്ല. ഇനിയെങ്കിലും അത് വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോൺകോൾ കാര്യങ്ങളൊക്കെ കേട്ട് നോക്കുമ്പോഴത്തേക്ക് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികളിൽ ഒരാളായിരിക്കും ഞങ്ങളെന്നുള്ള രീതിയിൽ അവരുടെ കോൺകോളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബെറ്റർ പിക്കായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇതിൻ്റെ അകത്തൊന്നും തന്നെ നമ്മളിപ്പോൾ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ പറയുന്നില്ല, ജസ്റ്റ് സ്റ്റോക്കുകളുടെ പേര് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ടെക്നിക്കലി പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈക്കിൾ പ്ലേ ഔട്ട് ആവാൻ വേണ്ടി ചിലപ്പോൾ ഒരു വർഷം വരെ ടൈം എടുത്തെന്നിരിക്കാം. അപ്പോൾ ആ ഒരു വർഷം വരെയുള്ള ടൈമിൻ്റെ അകത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നാളെ മുതൽ ഞാൻ ഇന്നെടുത്തു 2% താഴോട്ട് പോയി ഞാൻ എന്ത് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്നലെ മേടിച്ചു ഇന്നിപ്പോൾ നോക്കുമ്പോഴത്തേക്കും 3% താഴോട്ടാണ് നിൽക്കുന്നത് എന്ത് ചെയ്തിട്ട്, ഈ രീതിയിലുള്ള ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. എനിക്കിപ്പോൾ എന്നും കിട്ടുന്ന ക്വയറീസിൽ ചില സ്റ്റോക്കൊക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 205 രൂപയിൽ പൊസിഷൻ ബിൽഡ് ചെയ്തു, ഇന്നിപ്പോൾ 200 രൂപയായി. 5 രൂപ താഴോട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പേടിയാണ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പൊസിഷൻസ് എടുത്തിട്ട് അവരവരുടെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്കുകൾ ടെക്നിക്കൽ ലെവലുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. ഒരു ബ്രേക്ക് ഔട്ട് ഒന്നും തന്നെ ആയിട്ടില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡിഷൻസ് അടുത്ത 1-2 വർഷത്തിൻ്റെ അകത്ത് പതുക്കെ ബിൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി മാത്രം സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കി നിങ്ങളുടെ മിച്ചമുള്ള എല്ലാ ക്വയറീസും തന്നെ നിങ്ങൾ ലൈവ് ചാറ്റിൽ ഇട്ടാൽ മതി, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ എല്ലാത്തിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.